ഇനി കുറച്ച് ഗൾഫ് അനുഭവങ്ങളാകും. വയസ്സ് അറൗണ്ട് 23-24 വയസ്സ്. ഞാനന്ന് സൗദിയിലെ റാബക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. റാബക്ക് അന്ന് പെട്രോൾ കെമിക്കൽ കമ്പനീൻ്റെ റിഫൈനറി യൂണിറ്റ്, അതിൻ്റെ ഖനനം, അതിൻ്റെ ഒക്കെ പാർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അതൊക്കെ ചാലുവായി ഭയങ്കര പെട്രോൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി അവിടെ. അന്ന് ഞങ്ങൾ ബാച്ചിലർ താമസം. അന്ന് നമ്മളെ ഒന്നിച്ച് ഞാനവിടെ അന്ന് ഡ്രൈവർ കം സൂപ്പർവൈസറാണ്. അപ്പം ഞങ്ങളെ സഹമുറിയനായ ഒരു കുഞ്ഞാണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞാണ്ടി എന്ന് വിളിക്കും. ഇന്ത്യ വഞ്ചി എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും രാത്രി ആയിക്കഴിഞ്ഞാൽ ഉച്ചക്ക് 2 മണി മുതലേ ജോലി കഴിഞ്ഞ് വരും, ആളവിടെ കിടക്കും. പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ പുറത്ത് കാണാം അവിടെ മൂലയിൽ ഇരുന്നിട്ട് സിഗരറ്റും വലിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാൻ കുറച്ച് ദിവസമായിട്ട് വണ്ടി ഒന്ന് നിർത്തി ഞാനവിടെ കിടന്നുറങ്ങുമ്പോൾ ഇടയ്ക്ക് രാത്രി മുത്തടിക്കാണെങ്കിൽ ആൾ പുറത്തുണ്ടാവും. അങ്ങനെ ഞാൻ ഒരു ദിവസം കക്ഷിയോട് ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ അപ്പുറത്തുള്ള ഒരു സൗദി പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് കൈകൊണ്ട് കാട്ടും കാലുകൊണ്ട് കാട്ടും. ഒരു ചെറിയൊരു ഇളയ പ്രണയം. എങ്ങനെയാണ് പ്രണയം, ഏത് ഭാഷയിലാണ് പ്രണയം ഒരു പങ്കുവെച്ചതെന്നറിയില്ല. ഇദ്ദേഹത്തിന് മലയാളം അല്ലാണ്ട് വേറെ ഭാഷ അറബി, ലഹി ബുഹി വഹി കറി ചെറുതായിട്ട് അറിയുള്ളൂ. എന്തായാലും ഒരു ഗാഢമായ പ്രണയം. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് പോരാൻ വേണ്ടി ഞാൻ ജിദ്ദയിൽ വരേണ്ട ആവശ്യമുണ്ടായപ്പോൾ ഈ കക്ഷിയും കണ്ട് ഒരു ദിവസം രാവിലെ ജിദ്ദയിലെത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര കഠിനമായ പ്രണയമാണ് വരുന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ജിദ്ദയിലേക്ക് വന്നത്. ആ കുട്ടി പറഞ്ഞ് ഞാൻ ജിദ്ദയിലേക്ക് വരുന്നുണ്ട് കാണണമെന്നാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് കിട്ടിയ വണ്ടിയിൽ കയറി പോകുന്നതാണ്. ജിദ്ദയിൽ വലുതിലൊക്കെ കറങ്ങി കുറച്ച് അവിടുന്ന് ദൂരത്ത് അവിടുന്ന് ഇങ്ങോട്ടൊക്കെ കണ്ട് അവരെ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു മോനെ ഇത് വലിയ അപകടത്തിലൊക്കെ പോകുന്നത്. കാരണം പ്രത്യേകിച്ചൊരു ഇന്ത്യക്കാരൻ സാധാരണ ജോലി, അവരൊരു അറബി ലൈഫുള്ളൊരു പെൺകുട്ടി. നിങ്ങൾ ആംഗ്യം കീങ്ങൊക്കെ കാണിച്ചോടി, പക്ഷേ അങ്ങോട്ട് വല്ലാതെ അടുക്കണ്ട, അത് വലിയൊരു അപകടത്തിലേക്ക് പോകണം, അതുകൊണ്ട് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനൊരു സംഭവം ഉണ്ടായത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഇനിയും അങ്ങനത്തെ ഓർമ്മ കഥകളുമായി ഞാൻ വരാം. അപ്പം എങ്ങനെയുണ്ട്? ഇഷ്ടമായി എല്ലാവർക്കും? ഇനി കാണാം കേട്ടോ.